നമസ്തേ. ഇന്ന് നമ്മൾ ഇമെയിൽ എഴുതുന്നതിനെക്കുറിച്ചാണ്, ഇമെയിൽ റൈറ്റിങ്ങിനെ കുറിച്ചാണ് പഠിക്കുന്നത്. എങ്ങനെയാണ് ഒരു ഇമെയിൽ തയ്യാറാക്കുന്നത്? ആദ്യം പ്രേഷക് എന്നെഴുതുക. പ്രേഷക് എന്ന് വെച്ചാൽ ഫ്രം എന്നാണ്. അപ്പോൾ അവിടെ എഴുതേണ്ടത് ആരാണോ ഇമെയിൽ തയ്യാറാക്കുന്നത് അല്ലെങ്കിൽ ഇമെയിൽ എഴുതുന്നത് അവരുടെ മെയിൽ ഐ ഡിയാണ് വെക്കേണ്ടത്. അത് ക്വസ്റ്റ്യനിൽ ഇമെയിൽ ഐ ഡി തന്നിട്ടുണ്ടെങ്കിൽ അത് വയ്ക്കുക, അല്ലെങ്കിൽ സ്വന്തമായൊരു ഇമെയിൽ ഐ ഡി തയ്യാറാക്കി അവിടെ എഴുതുക. അതിന് താഴെയായിട്ട് പ്രേഷിതി അല്ലെങ്കിൽ സേവാമയം ടു അഡ്രസ്സാണ്. അപ്പോൾ ആർക്കാണ് നമ്മളിത് അയക്കുന്നത്, ആരുടെ മെയിലിലേക്കാണ് അയക്കുന്നത്, അവരുടെ മെയിൽ ഐ ഡി ക്വസ്റ്റ്യനിൽ തന്നിരിക്കും. ആ മെയിൽ ഐ ഡി അവിടെ എഴുതുക. അതിനുശേഷം CC എന്ന് എഴുതുക. CC എന്നാൽ കാർബൺ കോപ്പി എന്നാണ്. നമ്മൾ ഈ മെയിലിൻ്റെ കോപ്പി ആർക്കെങ്കിലും അയക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇമെയിൽ ഐ ഡിയാണ് അവിടെ എഴുതേണ്ടത്. അത് ഓപ്ഷണലാണ്. അതിനുശേഷം താരിഖ് അഥവാ തീയതി എഴുതുക. അതിനുശേഷം വിഷയം, സബ്ജക്റ്റ് വളരെ ചുരുക്കി എഴുതണം. അത് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വിഷയമാണ് അവിടെ എഴുതേണ്ടത്. അതിനുശേഷം നമ്മൾ സംബോധന ചെയ്യുക. സംബോധന ആദരണീയെന്നോ മഹോദയെന്നോ പ്രിയെന്നോ എന്താണ് ആർക്കാണ് അയക്കുന്നത് അതനുസരിച്ച് വേണം സംബോധന ചെയ്യേണ്ടത്. അതിനുശേഷം പാരഗ്രാഫായിട്ട് നിങ്ങളുടെ സന്ദേശം എഴുതുക. ആ സന്ദേശം ഒഫീഷ്യൽ ആയിട്ടുള്ള ഔപചാരികമായ ഭാഷയിലായിരിക്കണം എഴുതേണ്ടത്. ആപ്സെ നിവേദൻ ഹെക്കിന്നോ കൃപയാന്നോ ഒക്കെ എഴുതി തുടങ്ങുക. അതിനുശേഷം ഉപസംഹാർ ധന്യവാദ് സഹിതെന്നോ എഴുതിയിട്ട് അത് അവസാനിപ്പിക്കുക. അപ്പോൾ അവസാനിപ്പിക്കുമ്പോൾ ധന്യവാദിന് ശേഷം ഭവതീയ് അല്ലെങ്കിൽ ആപ്കാ പ്യാര എന്നെഴുതുക. അതിനുശേഷം ഒരു വരി വിട്ടിട്ട് നിങ്ങൾ ഈ ഇമെയിൽ തയ്യാറാക്കിയ ആളിൻ്റെ പേര് കൂടി എഴുതുക. അപ്പോൾ ഇമെയിൽ പൂർത്തിയായി.